ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ധന്യനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിൽ ദൈവവചനം കൈമാറുകയാണ്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നത് പാപത്തിൻ്റെ അടിമത്വം. പാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അടിമപ്പെടുത്തുകയാണ്. വേറൊരു ഭാഗത്ത് വചനം പറയുന്നുണ്ട്, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അവൻ അതിന് അടിമയാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പുറത്ത് സഞ്ചരിച്ച് സായാഹ്നത്തിൽ വീട്ടിലെത്തുന്നത് വരെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ നടക്കുന്ന വഴികൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, വീടിനുള്ളിലെത്തിയതിന് ശേഷവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നു എങ്കിൽ ബൈബിൾ പറയുകയാണ് നമ്മൾ അടിമത്വത്തിനകത്താണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. അപ്പം നമ്മുടെ ശരീരം പാപശരീരമാണെങ്കിൽ അത് നീക്കം വരേണ്ടതിന് പാപത്തിന് അടിമയാകാതിരിക്കാൻ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഇതൊരടിമത്വമാണ്. ഈ അടിമത്വം ആ ശരീരത്തിനകത്ത് നിന്ന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ, ആരോടുകൂടെ? യേശുക്രിസ്തുവിനോടുകൂടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയരെ, ഇതൊരു അറിവാണ്, ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു ദർശനമാണ്. ഇത് ഉള്ളിൽ താലോലിച്ചു കൊണ്ട് നടക്കേണ്ട ഒന്നാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ആത്മാവിൽ സെൻസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്തതിനെ വേണ്ട എന്ന് പറയാം. യോബ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കണ്ണിന് ഒരു നിയമം വച്ചിരിക്കുന്നു എന്നതുപോലെ പ്രിയരെ, നമ്മുടെ ശരീരത്തെ പാപത്തിലേക്ക് നയിക്കുന്ന സകലത്തെയും ക്രിസ്തുവിൽ ഉടഞ്ഞു കളഞ്ഞിട്ട് അത് വേണ്ട എന്ന് തിരിച്ചറിഞ്ഞിട്ട് ക്രൂശിക്കപ്പെട്ട ശരീരമായി ആ നിത്യത എന്ന ദർശനത്തിലേക്ക് വിശ്വസ്തയോടെ സഞ്ചരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.